യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യം. അദ്ദേഹം 6 യുദ്ധങ്ങൾ 6 മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ചതായി പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ഞാൻ 6 യുദ്ധങ്ങൾ 6 മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ചു. അതെന്തൊക്കെയാണ് യുദ്ധങ്ങൾ? എന്താണ്? തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം, അതെ. ഇനി സെർബിയയും കോസോവോയും തമ്മിലുള്ള യുദ്ധം, കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള യുദ്ധം, ഈജിപ്തും എത്യോപ്യയും തമ്മിലുള്ള യുദ്ധം, ജോർജിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം എന്ന് വേണ്ട ചെറിയ നാഞ്ഞുള്ളുകളാണ് ഇവയൊക്കെ. ഇതൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് പറയുക. പക്ഷേ വലിയ യുദ്ധങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിൽ ട്രംപിന് പങ്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ പറഞ്ഞു കാണും. അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഇതാ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെയും ക്രെഡിറ്റ് അമേരിക്ക എടുക്കാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ക് പുസ്തകത്തിൽ ഒരു കാര്യം ഉണ്ടാകണം. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തിപരമായ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. ഉക്രൈന്റെ അത്യാവശ്യമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. അതേസമയം ടെറിട്ടറി വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അപ്പൊ അതിനർത്ഥം വിജയ് ഒന്നേ ഉള്ളൂ, അത് റഷ്യയാണ്. അത് ഏത് രൂപത്തിൽ കരാർ ഒപ്പിട്ടാലും യുദ്ധം അവസാനിക്കുന്ന ആ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക വ്ളാഡിമിർ പുടിൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ടേംസിലായിരിക്കും യുദ്ധം അവസാനിക്കുന്നത്, ന്യൂട്രൽ ടേംസിലായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ടേംസിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം കൂടിയാണ്. റഷ്യയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും ആവശ്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. അവസാനം കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഉക്രൈന്റെ ഗതി അധോഗതി.